വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ജീവന് സുഖമില്ലാത്തതറിഞ്ഞ് ഡോക്ടർ സുജാതയെ ജീവന്റെ അരികിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നു. ചില കാര്യങ്ങളൊക്കെ ഡോക്ടർ സുജാതയോട് പറഞ്ഞിരിക്കുന്നുണ്ട്. ഇപ്പോൾ ജീവൻ അരികിലിരിക്കുകയാണ് സുജാത. എൻ്റെ കൂടെ കുറച്ചു നേരം ഇരിക്കാമോ എന്ന് അമ്മയോട് ജീവൻ ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് ഇപ്പോൾ പോണം മോനെ, അമ്മ ഇടയ്ക്കിടയ്ക്ക് വരാമെന്ന് പറഞ്ഞ് സുജാത പോകാൻ തുടങ്ങുമ്പോൾ പിന്നിൽ നിന്നും ജീവൻ വിളിച്ചു. ജീവൻ വളരെ കഷ്ടപ്പെട്ട് എഴുന്നേറ്റിരിക്കുന്നുണ്ട്. എങ്കിലും ചെറിയ തലവേദനയുണ്ട്. അമ്മയ്ക്ക് എന്നെ പേടിയുണ്ടോ എന്ന് ജീവൻ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് സുജാത മറുപടി പറഞ്ഞു. അത് നന്നായി, എന്നാ അമ്മ പൊയ്ക്കോ, ഞാൻ ഇവിടെ കിടന്നോളാം എന്ന് ജീവൻ പറയുന്നുണ്ട്. അങ്ങനെ വീണ്ടും സുജാത പോകാൻ തുടങ്ങുമ്പോൾ പിന്നിൽ നിന്നും അമ്മയെന്ന് വിളി വീണ്ടും ജീവൻ. അമ്മ പാവോ കേട്ടോ, അമ്മ മാത്രം എന്ന് എടുത്ത് പറയുന്നുണ്ട് ജീവൻ. പെട്ടെന്ന് തന്നെ സുജാത അവിടെ നിന്ന് പോകുന്നു. ജീവൻ അവിടെ കിടക്കുകയും ചെയ്തു. ഇതേ സമയം കാണിക്കുന്നത് സ്കൂളിൽ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സമ്മാന വിതരണമാണ്. എല്ലാവരും സ്റ്റേജിലും ഓഡിറ്റോറിയത്തിലുമൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ സംസാരിക്കുന്നത് നിത്യയാണ്. വിശിഷ്ടാതിഥി വീണ തന്നെയാണിപ്പോൾ. വീണയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇന്ന് സമ്മാനദാനമാണ് നടക്കാൻ പോകുന്നത്. സമ്മാനദാനം നിർവഹിക്കുന്നതിന് നമ്മുടെ ചീഫ് ഗസ്റ്റ് വീണ മേഡത്തെ ക്ഷണിക്കുന്നു എന്നും നിത്യ പറയുമ്പോൾ എല്ലാവരും കൈയടിക്കുന്നുണ്ട്. ഇത് ദേഷ്യത്തോടെ നോക്കിയിരിക്കുകയാണ് അമ്മാവൻ. പിന്നെ വീണയെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ മൈക്കിലൂടെ പറയുകയാണ് നിത്യ. ഇതെല്ലാം പുച്ഛത്തോടെ കേട്ടിരിക്കുകയാണ് ഹരിയും അമ്മാവനും. നമ്മുടെ ചീഫ് ഗസ്റ്റിന് തിരക്കുകളുണ്ട്, അതുകൊണ്ട് തന്നെ ഒട്ടും വൈകിപ്പിക്കാതെ സമ്മാനദാനം നടത്താമെന്നും നിത്യ പറയുന്നു. അതിനു മുമ്പ് കുട്ടികളോട് 2 വാക്ക് സംസാരിക്കാനായിട്ട് വീണയെ ക്ഷണിക്കുന്നുണ്ട്. വീണ സംസാരിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. മോഡലിംഗ് രംഗത്തെക്കുറിച്ച് നിങ്ങൾക്ക് എത്രമാത്രം അറിവുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ അത് വലിയൊരു ലോകമാണ്. അവിടേക്ക് നമ്മൾ എത്തിപ്പെടണമെങ്കിൽ നമ്മൾ ഒരു കാലം മുന്നോട്ട് വെച്ചാൽ മാത്രം പോരാ, അടുത്ത കാലുകൊണ്ട് പലതും തട്ടി എറിയേണ്ടി വരുമെന്ന് അമ്മാവിൻ്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് വീണ. നമ്മളെ പുച്ഛത്തോടെ മാത്രം കാണുന്ന നമ്മുടെ ആ ലക്ഷ്യം തകർക്കാൻ ഇറങ്ങുന്നവരെയും തട്ടിയെറിഞ്ഞാൽ മാത്രമേ ഇങ്ങനൊരു പൊസിഷനിലേക്ക് എത്താൻ സാധിക്കൂ എന്നും വീണ പറയുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാനത് ചെയ്തിട്ടുണ്ട് എന്നും അന്തസ്സോടെയാണ് ഇപ്പോൾ പറയുന്നത്. ഞാനൊരു ലക്ഷ്യവുമായി പോകുമ്പോൾ ഒരുപാട് പേര് എന്നോട് നോ പറഞ്ഞിട്ടുണ്ട്. ബന്ധങ്ങൾ നോക്കാതെ അത് തട്ടിക്കളഞ്ഞതിൻ്റെ ഫലമാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഈ പൊസിഷനിൽ നിൽക്കുന്നത് എന്നും പറയുന്നു. എനിക്ക് കുട്ടികളോട് പറയാനുള്ളത് നിയന്ത്രണങ്ങൾ പൊട്ടിക്കുക, നിങ്ങളുടെ തീരുമാനവുമായി മുന്നോട്ട് പോവുക, ഇടുങ്ങിയ ചിന്തയുള്ളവരോട് സന്ധി ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് മുന്നിൽ വലിയൊരു ലോകമുണ്ട്, എല്ലാവർക്കും അവിടെ എത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാ കുട്ടികളും കൈയടിക്കുകയാണ്. ദേഷ്യത്തോടെ ഹരിയും അമ്മാവനും ഇരിക്കുന്നുണ്ട്. നിത്യയ്ക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിലും സ്റ്റേജിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അത് പ്രകടിപ്പിക്കാതെ ഇരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടെ ഞാൻ കുട്ടികൾക്കുള്ള സമ്മാനദാന ചടങ്ങ് നിർവഹിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഇപ്പോൾ നിത്യ പേര് വായിക്കുന്നു, വീണ സമ്മാനദാനം നിർവഹിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ കുട്ടികൾക്കുമുള്ള സമ്മാനം കൊടുക്കുകയാണ് വീണ. ഇതിനിടയിൽ അമ്മാവൻ ഹരിയോട് പറയുന്നു, അവൾ പറഞ്ഞത് കേട്ടില്ലേ, അവൾ പറഞ്ഞത് എന്നെയും നിന്നെയും കുറിച്ചാണ്. അവൾ സെലിബ്രിറ്റിയാണ്, അവളുടെ വാക്കുകളെ എല്ലാവരും കേൾക്കൂ, നമ്മൾ രണ്ടുപേരും എന്ന് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് പറയുന്നു. അവൾ ചീര കൂട്ടിയത് പറഞ്ഞാലേ ഈ അവൾക്ക് വേണ്ടി ഈ കൈയടിക്കുന്നവർ അവൾക്ക് വേണ്ടി കല്ലെടുത്തെറിയുമെന്നും ഇങ്ങനെ അമ്മാവൻ പറയുന്നു. ഇത് കണ്ടു നിൽക്കാൻ കഴിയാതെ ദേഷ്യത്തോടെ അമ്മാവൻ എഴുന്നേറ്റ് അപ്പുറത്തേക്ക് പോകുന്നു. ഇനിയിപ്പോൾ കല്യാണിക്കാണ് വീണ സമ്മാനം കൊടുക്കാൻ പോകുന്നത്. മെഡലും ട്രോഫിയും കൊടുക്കുന്നുണ്ട്. ഹരിയും ആ കാഴ്ച കാണുന്നു. പിന്നെ ഒരു സർട്ടിഫിക്കറ്റും കൊടുക്കുന്നു. കുട്ടികളെല്ലാവരും കൈയടിക്കുന്നു. വീണയുടെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുകയാണ് കല്യാണി. ഇതുവരെ മറ്റൊരു കുട്ടികളും ചെയ്യാത്തൊരു കാര്യമാണ് ഇപ്പോൾ കല്യാണി ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടുകൊണ്ട് ഹരി അപ്പുറത്തേക്ക് പോകുന്നു. വീണ കല്യാണിയോട് പറയുന്നു, നല്ല ഗുരുത്വമുള്ള കുട്ടിയാണല്ലോ, നന്നായിട്ട് വരട്ടെ എന്നും പറയുന്നു. മോളുടെ അമ്മയും അച്ഛനും എവിടെയെന്ന് ചോദിക്കുന്നു. അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ ഹരിയെ അവിടെ കാണുന്നില്ല. അച്ഛനെ എവിടെ കാണുന്നില്ലെന്ന് പറയുന്നു. ഇറ്റ്സ് ഓക്കെ, കുട്ടിയുടെ അച്ഛനോട് അന്വേഷണം പറഞ്ഞേക്കണം കേട്ടോ, ഭാഗ്യം ചെയ്തവരാണ് മാതാപിതാക്കൾ എന്നൊക്കെ വീണ കല്യാണിയോട് പറയുന്നു. ഇതെല്ലാം നിത്യ കേൾക്കുന്നുണ്ടായിരുന്നു. ഇതോടുകൂടി സമ്മാനദാന ചടങ്ങുകൾ അവസാനിച്ചിരിക്കുകയാണ്. വീണയും കുട്ടി പ്രിൻസിപ്പൾ അപ്പുറത്തേക്ക് പോയ സമയം നിത്യ പറയുന്നുണ്ട്, ടീച്ചറെ നമുക്ക് വീണ മേഡത്തോടൊപ്പം ഒരു ഫോട്ടോ എടുക്കണം, ഒരു ഓട്ടോഗ്രാഫ് വേണം എന്നൊക്കെ പറയുന്നു. മേഡത്തിന് തിരക്കാണ്, വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട എന്നൊക്കെ നിത്യ പറയുമ്പോൾ കുട്ടികൾ വീണ്ടും നിർബന്ധിച്ച് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ആഗ്രഹമല്ലേ, ഒന്ന് സമ്മതിക്കേ, അമ്മ പറഞ്ഞാൽ മേഡം കേൾക്കുമെന്ന് ആദ്യം പറയുന്നു. തുടർന്ന് ഇപ്പോൾ പ്രിൻസിപ്പളിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് ഹരി. ഇപ്പോൾ ഹരി തന്നെ നിർബന്ധിച്ച് പ്രിൻസിപ്പളിനെ കൊണ്ട് ഒരു പാട്ട് പാടിക്കണം. പ്രിൻസിപ്പളിനോട് ചോദിക്കുന്നുണ്ട്, തനിക്കൊരു പാട്ട് പാടണം. എന്നാൽ പ്രിൻസിപ്പൾ പറയുന്നത്, ഇത്രയും നാൾ ഹരിയെ നിർബന്ധിച്ചിട്ടും ഹരി എന്താണ് പാടാഞ്ഞത്, ഇപ്പോൾ ഹരി തന്നെ മുന്നോട്ട് വന്നിരിക്കുകയാണ്, ധൈര്യമായി പാടിക്കോളൂ എന്നൊക്കെയാണ് പ്രിൻസിപ്പൾ പറയുന്നത്. ഇതിൽ സന്തോഷമേ ഉള്ളൂ എന്നും പറയുന്നു.
ഓൾറെഡി 1-2 മാതാപിതാക്കളുടെ കലാപരിപാടിയുണ്ട്. അതിനവസാനമായിട്ട് ഹരിയുടെ പാട്ടുകൂടി വെക്കാമെന്ന് പറയുന്നുണ്ട്. സന്തോഷത്തോടെ ഹരിയും നിൽക്കുന്നു. ഈ കവിതയിലൂടെ ഞങ്ങൾ ഒന്നിക്കുമെന്നൊക്കെയാണ് ഹരി ആലോചിക്കുന്നത്. തുടർന്ന് വീണ ഇപ്പോൾ ജ്യൂസ് കുടിച്ച് മുറിയിലിരിക്കുകയായിരുന്നു. നിത്യയും കുട്ടികളും അവിടേക്ക് വന്നു. മേഡം, കുട്ടികൾക്ക് മേഡത്തിൻ്റെ ഒരു ഓട്ടോഗ്രാഫ് വേണം. കൂടെ നിന്ന് ഒരു സെൽഫി എടുക്കണമെന്ന് നിത്യ. എനിക്കതിനൊന്നും സമയമില്ല എന്ന് വീണ പറഞ്ഞു. പ്ലീസ് മേഡം എന്നൊക്കെ നിത്യ പറയുമ്പോൾ വീണ പറയുന്നുണ്ട് കുട്ടികളുടെ മുന്നിൽ വെച്ച് തന്നെ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ എന്ന്. കല്യാണിയും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. മേഡം, ഒരു ഓട്ടോഗ്രാഫ് എന്ന് കുട്ടികൾ പറയുന്നു. ഒരു ഫോട്ടോയും വേണം പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് ചോദിക്കുന്നുണ്ട്. കല്യാണിയും ചോദിക്കുന്നു. വീണ മേഡം പ്ലീസ് മേഡം എന്നൊക്കെ ചോദിക്കുന്നു. എല്ലാവരും വാ എന്ന് പറഞ്ഞ് ഇപ്പോൾ കുട്ടികളുടെ കയ്യിൽ നിന്നും ആ ബുക്സ് വാങ്ങിച്ചിട്ട് ഓട്ടോഗ്രാഫ് കൊടുക്കുകയാണ്. ഇനി കുട്ടികളുമൊത്ത് ഒരു സെൽഫി എടുക്കുകയാണ് വീണ. ഞാനിത് നിങ്ങളുടെ ടീച്ചറിൻ്റെ ഫോണിലേക്ക് അയച്ചു കൊടുക്കാമെന്നും പറയുന്നു. ഇനി കുട്ടികളോടെല്ലാം ചെല്ലാൻ പറയുകയാണ് നിത്യ. അങ്ങനെ കുട്ടികളെല്ലാം പോകുമ്പോൾ കല്യാണി മാത്രം അവിടെ നിൽക്കുന്നുണ്ട്. മേഡം, ആ ഫോട്ടോ ഒന്ന് കാണിക്കാമോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ആ ഫോട്ടോ കാണുകയാണ് കല്യാണി. എങ്ങനെയുണ്ട്, കൊള്ളാമോ എന്നൊക്കെ വീണയും പറയുന്നു. അപ്പോഴും വീണയുടെ മുഖത്തേക്കാണ് കല്യാണി നോക്കുന്നത്. എൻ്റെ അമ്മയുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കാണിച്ചു കൊടുക്കാമായിരുന്നു, ഒരുപാട് സന്തോഷമായി എന്ന് കല്യാണി പറയുന്നുണ്ട്. അങ്ങനെ കല്യാണിയോട് പൊയ്ക്കോളാൻ പറയുകയാണ് നിത്യ. ഇവിടെയുള്ള കുട്ടികളിൽ അല്പമെങ്കിലും മനുഷ്യനെ ബഹുമാനിക്കാൻ അറിയാവുന്നത് ആ കുട്ടിക്കാണ്. ആക്ച്വലി ആ കുട്ടിയുടെ ഇൻട്രസ്റ്റ് കൊണ്ട് മാത്രമാണ് ഞാൻ ഓട്ടോഗ്രാഫ് കൊടുത്തതും സെൽഫി എടുത്തതും. ആ കുഞ്ഞിന് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ എന്നെ ഒന്ന് ബന്ധപ്പെടാൻ പറഞ്ഞേക്കെന്നും വീണ നിത്യയോട് പറയുന്നു. എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ചെയ്തു കൊടുക്കാമെന്ന് പറയുമ്പോൾ നിത്യ പറയുന്നു ആ കുഞ്ഞിന് ഒരു വലിയ ആഗ്രഹമുണ്ട്, അത് സാധിച്ചു കൊടുക്കാൻ സന്തോഷം. അവൾക്ക് അവളുടെ അമ്മയെ വേണം. അത് ഞാനെങ്ങനെ സാധിച്ചു കൊടുക്കാനായെന്ന് വീണ പറയുമ്പോൾ നിത്യ പറയുന്നു അത് സാധിച്ചു കൊടുക്കാൻ വീണയ്ക്ക് സാധിക്കും. വീണ പറഞ്ഞിരുന്നു ഒരുപാട് ബന്ധങ്ങൾ തട്ടിത്തെറിപ്പിച്ച് പോയത് കൊണ്ടാണ് ഇത്രയും ഉയരത്തിലെത്തിയതെന്ന്. അങ്ങനെ തട്ടിത്തെറിപ്പിച്ചതിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു, വീണ പ്രസവിച്ച കുഞ്ഞ്. വീണ വലിച്ചെറിഞ്ഞത് ഒരു ചോര കുഞ്ഞിനെയാണ്. ഇപ്പോൾ വന്നുപോയ കുഞ്ഞിനോട് വാത്സല്യം തോന്നിയെങ്കിൽ അതൊരു പ്രകൃതി നിയമമാണ്. കല്യാണി വീണയുടെ മകളാണ്. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് വീണ. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.